നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിയൽമി 11 Pro Plus പരിചയപ്പെട്ടു, 11 Pro പരിചയപ്പെട്ടു, പിന്നീട് കഴിഞ്ഞ ദിവസം റിയൽമി നാർസോ 60 Pro പരിചയപ്പെട്ടു. ഇപ്പോൾ ആ ഒരു റിയൽമി നാർസോ 60 സീരീസിലേക്ക് ഒരു പുതിയ അഡിഷൻ കൂടി, റിയൽമി നാർസോ 60 എന്ന പേരിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി നാർസോ 60 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണും ഇത്തരത്തിലൊരു വീഗൻ ലെതർ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കണ്ട 11 Pro Plus, 11 Pro എന്നിവയിൽ നിന്ന് ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഇവിടെ റിയൽമി നാർസോ 60ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കും ഫ്രണ്ടും ഇപ്പോൾ ഫ്ലാറ്റ് ആണ്, കർവ്ഡ് അല്ല. അതേസമയം ഈ മൂന്ന് ഫോണുകളും കണ്ടില്ലേ, ഡിസ്പ്ലേ ഉൾപ്പെടെ അതിന്റെ ബാക്ക് ഉൾപ്പെടെ കർവ്ഡ് ആണ്, ഈ സൈഡ് എല്ലാം കർവ്ഡ് ആയിരിക്കും. ഇത് കുറച്ച് ഫ്ലാറ്റ് എഡ്ജ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്, എന്താ പറയുന്നത്, ഒരു ഐഫോണിന്റെ ഒക്കെ ഒരു ലുക്ക് ഈ ഒരു ഭാഗം മാത്രം കണ്ട ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്, മെറ്റാലിക് അല്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ റിയൽമിയുടെ ഈ നാർസോ 60 പ്രോയിൽ പോലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിരുന്നില്ല. ചാർജിങ്ങിന് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സിം ട്രേയുടെ പൊസിഷനും ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ മറ്റ് മൂന്ന് ഫോണുകളിലും താഴെയാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു ഫോണും 5G സ്മാർട്ട് ഫോണാണ്. ഇതിന്റെ സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം. ഓർക്കുക, ഈ കണ്ട മൂന്ന് ഫോണുകളിലും ഡ്യുവൽ നാനോ ആയിരുന്നു. ഞാൻ ഇതിനകത്തൊരു ഹൈബ്രിഡ് സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ, യെസ്, എന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായാലും ഇതിനകത്ത് ഹൈബ്രിഡ് സ്ലോട്ട് ആണ്. അതായത് വേണമെങ്കിൽ രണ്ട് സിം കാർഡ് ഒരുമിച്ചിടാം, അല്ലെങ്കിൽ ഒരു സിം കാർഡ് ഒരു മെമ്മറി കാർഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും ഡിസൈൻ, ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ഈ പറഞ്ഞ മറ്റ് മൂന്ന് സ്മാർട്ട് ഫോണുകളിൽ അതേ ഒരു ഡിസൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനും നൽകിയിട്ടുണ്ട്. ഈ മൂന്ന് ഫോണിൽ നിന്ന് അല്പം വേറിട്ട് നിൽക്കുന്നു നാർസോ 60 എന്ന് എടുത്തു പറയണം. ഈ ഒരു ലുക്ക് കൊണ്ട് തന്നെ ഇവിടെ ഇതുപോലെ നാർസോ ഡിസൈൻ ബൈ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനും റിയൽമി നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണും അമോ LED ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പക്ഷേ റിയൽമി നാർസോ 60 പ്രോയും അതുപോലെ 11 Pro Plus 11 പ്രോയും ഒക്കെ OLED ഡിസ്പ്ലേയുമായിട്ടാണ് വന്നതെന്ന് ഓർമ്മിക്കട്ടെ. നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് ഉടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ചിഹ്നമാണ്. ഈ ഡിസ്പ്ലേയിൽ ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് നല്ല ഒരു സൈസാണ്. എന്നാൽ ഈ സൈഡുകളിലെ മറ്റു മൂന്ന് സൈഡുകളിലെയും ബെസലുകൾ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് തന്നെയാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഡിസ്പ്ലേ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആണ്. അതുപോലെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു സെൽഫി ക്യാമറ വന്നിട്ട് ലെഫ്റ്റ് പഞ്ച് ഹോൾ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 6.43 ഇഞ്ചിന്റെ അമോ LED ഡിസ്പ്ലേ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹൈ റിഫ്രഷ് റേറ്റ് ആയിട്ട് 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അമോ LED ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. എന്നാൽ 60 പ്രോയിലൊക്കെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നു എന്നും ഓർപ്പിക്കട്ടെ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 1000 nits ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇല്ലെന്നേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു ചിഹ്നം ഒരല്പം ഡിസ്പ്ലേയിൽ അരോചകമാകുന്നുണ്ടെന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ പ്രശ്നമില്ലാത്തൊരു ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ റിയൽമി നൽകിയിട്ടുണ്ട്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6020 എന്ന് പറയുന്ന ഒരു പുതിയ പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് 6020 ഒരു ഫോൺ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തന്നെ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം 8GB റാം വരെ വരുന്നുണ്ട്. ഇന്റേണൽ സ്റ്റോറേജ് ആയിട്ട് പരമാവധി നമുക്ക് 256GB വരെ ലഭിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലെ USB Type C ചാർജിംഗ് പോർട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 MP പ്രൈമറി സെൻസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ദർ ഇസ് നോ വൈഡ് ആംഗിൾ സെൻസർ. വൈഡ് ആംഗിൾ സെൻസർ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. ഓർക്കുക, ഇതിനോടൊപ്പം പുറത്തിറക്കി ഇതിൽ നിന്നും വിലയുള്ള റിയൽമി നാർസോ 60 പ്രോയിൽ പോലും വൈഡ് ആംഗിൾ നൽകിയിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വൈഡ് ആംഗിൾ കൊടുത്തിട്ടില്ല. 67 MP ഒരു പ്രൈമറി സെൻസർ മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു 2 MP ഒരു ഡെപ്ത് സെൻസർ ഉണ്ട്. അതുപോലെ സെൽഫി എടുക്കാനായിട്ട് 16 MP ലെഫ്റ്റ് പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറയിലേക്ക് വന്നാൽ ഇതിനകത്ത് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലും ഫുൾ HD റെസൊല്യൂഷനുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിയൽമിയുടെ അടുത്തിറങ്ങിയ മിക്ക സ്മാർട്ട് ഫോണുകളിലും കണ്ട എല്ലാ ബ്ലൂടൂത്തുകളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ് അത്രയും ക്ലീൻ അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ വരും. ഇതിനകത്തുള്ള ബ്ലോട്ട്വേസുകൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. പക്ഷേ നോർമലി അൺഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാം ക്ലീൻ ആക്കി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. എന്നിരുന്നാലും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ, ഇപ്പോൾ തന്നെ ഒരുപാട് ആപ്പ് റെക്കമെൻഡേഷൻ ഒക്കെ വരുന്നുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഓർമ്മിക്കട്ടെ. ഫോണിന്റെ സ്പീക്കർ മോണോ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സൗണ്ടും ഭയങ്കര ഒരു ക്വാളിറ്റി എന്നൊന്നും അവകാശപ്പെടാനില്ല. നല്ല വോളിയം ഉണ്ട്, ഭയങ്കര എന്താ പറയുക, കാതർപ്പിക്കുന്ന സൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു പ്രീമിയം ഫീൽ ഒന്നും സൗണ്ടിന് ഇല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. വില കുറയ്ക്കുന്നതിന്റെ ഒരു രീതി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിൽ കേൾക്കാനുണ്ട്. ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ഒരു വലിയ കാര്യമാണ്. പക്ഷേ അതിന്റെ പൊസിഷനിങ് പറഞ്ഞ പോലെ കുറേ താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ല റെസ്പോൺസ് ഉണ്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ കൊള്ളാം, നല്ല രസമുണ്ട്, കാണാൻ ലുക്കുണ്ട്, പ്രീമിയം
പ്രീമിയം ലുക്കാണ്. അതുപോലെ ഈ ഒരു പറഞ്ഞ ഫ്രെയിം ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ഡിസ്പ്ലേയും കുഴപ്പമില്ല, AMOLED ഡിസ്പ്ലേ ആണ്, 90 ഹെർട്സ് റിഫ്രഷ് ആയിട്ടാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ചിഹ്നം ഒന്ന് ഓർത്തോണം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് ഒരു മീഡിയം പെർഫോമൻസ് ആണ്, കുഴപ്പമില്ല. ബാറ്ററി സൈഡ് 5000 mAh വിത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട്. ക്യാമറ 100 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ കൊള്ളാം, സെൽഫി ക്യാമറയും ഓക്കെ. പിന്നെ എന്താണ് ഇതിനകത്ത് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് വൈഡ് ആംഗിൾ സെൻസർ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു ചിൻ ഭയങ്കരമായിട്ട് സൈസ് കൂടുതലാണെന്നുള്ളത് കുറവായിട്ട് പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസർ ഇന്റർഫേസ് റിയൽമിയുടെ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളും പോലെ തന്നെ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ബ്ലോട്ട് വേസുകളുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനും സാധിക്കും. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുമുണ്ട് എന്നുള്ളത് ഗുണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടിയിരിക്കും. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്തുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഇതുപോലെ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫോർമേഷൻ, അതുപോലെ ഇതിന്റെ ഒരു സിം ഇജക്ടർ, പിന്നെ ഇതിനകത്തൊരു നല്ല മനോഹരമായിട്ടുള്ള കേസ് വരുന്നുണ്ട്. അതുപോലെ 33 വാട്ടിന്റെ ഒരു ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ, അതുപോലെ ഫോൺ എന്നിവയാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് റിയൽമി നാർസോ 60യുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഇപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ നല്ല രീതിയിലുള്ള ഒരു ഇൻ ഡെപ്ത് റിവ്യൂ പറയാൻ പറ്റൂ. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമായിരുന്നു.